നമസ്കാരം. സൂമിംഗ് ലെൻസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ശ്രീ നാരായണമംഗലം വിഷ്ണു ക്ഷേത്രം. ഇപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ നിന്നും കൊട്ടിയൂരിലേക്ക് പോകുന്ന റൂട്ടിലാണ് എടയാർ എന്ന ഈ സ്ഥലത്തിനോടനുബന്ധിച്ചുള്ള ഒരു ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിന് മാത്രമുള്ള പ്രത്യേകതയല്ല, ഇതിനോട് ചേർന്ന് ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട്. കല്ലുകളൊക്കെ വളരെ തെളിഞ്ഞു കണ്ണുനീര് പോലെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം ആയിട്ടുള്ള ഒരു പുഴയാണ്. അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. ഇതൊരു വനപ്രദേശമാണ്. ഇവിടെ ധാരാളം ആളുകൾ ഇവിടെ ഇത് കാണാനായിട്ടും ഇവിടെ വെള്ളത്തിൽ കളിക്കാനായിട്ടും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിനേക്കാൾ ഉപരി ഈ ഒരു പ്രദേശമാണ് ആളുകളെ ആകർഷിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ പഴശ്ശിരാജ എന്ന സിനിമയുടെ പല ഭാഗങ്ങളും ചിത്രീകരിച്ചിട്ടുള്ളത് ഈ വനപ്രദേശത്താണ്. ഈ സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ എപ്പിസോഡ്. നോക്കൂ, ഈ മരങ്ങൾ നോക്കൂ. ഇത് രണ്ട് വശത്തു കൂടെ നമ്മളോട് സ്വാഗതം പറയുന്നത് പോലെ ഒരു കവാടം തീർത്തിട്ടുണ്ട്. ഇനി ഈ വഴി കടന്നിട്ട് കുറച്ച് പടികളുണ്ട്. ഈ പടികൾ അങ്ങോട്ട് ഇറങ്ങുന്നത് ഈ പുഴയിലേക്കാണ്. അക്കരെ അങ്ങ് കാണുന്ന ആ പടികളാണ് ആ ക്ഷേത്രത്തിലേക്ക് കയറി പോകുന്ന പടികൾ. പുഴയ്ക്ക് അക്കരെ കാണുന്ന ആ സ്റ്റെപ്പുകൾ. നല്ല മഴയുള്ള സമയത്തൊക്കെ ഈ പടികൾ വരെയൊക്കെ വെള്ളം കയറാറുണ്ടെന്നാണ് പറയണത്. നോക്കൂ, ഇത് കണ്ടോ, വെള്ളത്തിനടിയിലുള്ള ചെറിയ ചെറിയ കല്ലുകൾ കൂടെ നന്നായി തെളിഞ്ഞ് കാണുന്നുണ്ട്. ഈ വെള്ളത്തിലേക്ക് വെയിലടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. നമ്മളിപ്പോൾ അക്കരയിൽ നിന്ന് കാണുന്ന ഈ പടികളാണ് ക്ഷേത്രത്തിലേക്ക് കയറി പോകാനുള്ള പടികൾ. ദൂരെയായിട്ട് കാണുന്നത് ഇങ്ങോട്ടുള്ള ആ കവാടമാണ്. അതിനപ്പുറം റോഡാണ്. അവിടെ നിന്ന് നോക്കുമ്പം അറിയാൻ കഴിയില്ല ഇങ്ങനെ ഇത്രയും മനോഹരമായൊരു സ്ഥലം ഇതിനകത്തുണ്ട് എന്നുള്ളത് അറിയാനേ കഴിയില്ല. ഈ പടിക്കെട്ടുകൾ കയറി ചെല്ലുമ്പോഴുള്ള അമ്പലത്തിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല കാറ്റാണ്. ഈ പുഴയിൽ നിന്നും കാട്ടിനകത്തു നിന്നും ഒക്കെയുള്ള കാറ്റ് വല്ലാത്തൊരു ഫീലാണ്. നോക്കൂ, നല്ല ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ധാരാളം ആളുകൾ ഇങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ ഈ പ്രീ വെഡ്ഡിങ് ഷൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കാണാറുണ്ട്. എന്താ പറയുക, എങ്ങനെയാണ് ഇതിനെ വർണ്ണിക്കേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോഴും ഇതുപോലുള്ള മനോഹരമായ സ്ഥലങ്ങളൊക്കെ കേരളത്തിലുണ്ട് എന്നുള്ളത് തന്നെ
നമുക്ക് അഭിമാനിക്കാനുള്ള വക നൽകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഇതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളത് ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്തമായിട്ട് കൂടി നമ്മൾ കണക്കാക്കണം. എത്ര കണ്ടാലും മതി വരാത്ത ഈ സ്ഥലത്ത് എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇരിക്കാനായിട്ട് കഴിയും. നോക്കൂ, ആളുകളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? ഈ എപ്പിസോഡിലെ അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.